ഈ യുദ്ധത്തിൻ്റെ സാഹചര്യം എന്ത് എന്നുള്ളതാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. അതായത് 3 ദിവസത്തെ സമയപരിധിയാണ് അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്ന്, ഈ ചർച്ചകൾ ആകാം എന്ന് ഇപ്പോൾ ഇറാനും സമ്മതിക്കുന്നു എന്നുള്ളതാണ്. ഇനി റഷ്യയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നതും അറിയേണ്ടതാണ്. കാരണം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി റഷ്യയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. നിർണായകമാകുന്ന മണിക്കൂറുകൾ ആണ് കടന്നു പോകുന്നത്. ഒരു പക്ഷേ ലോകത്ത് സമാധാനം പുലരുവാനുള്ള സാധ്യത കാണുന്നു. പക്ഷേ ഇതിനു മുമ്പും ഇത്തരം സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അസ്തമിച്ചു പോയി എന്നതും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ ഒരു ചർച്ചയ്ക്കുള്ള വഴി അല്ലെങ്കിൽ സാധ്യത എത്രത്തോളം എന്ന് വേണം മനസ്സിലാക്കാൻ അജയ്. നിലവിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി റഷ്യയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അദ്ദേഹം റഷ്യയിലുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഇതിനോടകം തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. റഷ്യയിലേക്കുള്ള ഈ ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ യാത്ര തന്നെ അമേരിക്കയ്ക്കെതിരെ വലിയൊരു സന്ദേശവുമായിട്ടാണ്. അതായത് ഇദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ള വിമാനത്തിൽ മിനാബ് 168 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മിനാബിൽ നടന്ന കൂട്ടക്കൊലയെ സംബന്ധിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. മിനാബിലെ ഒരു ഗേൾസ് പ്രൈമറി സ്കൂളിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ 168 കുട്ടികളാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിന് പിന്നിൽ അമേരിക്കയാണെന്ന് അമേരിക്കയുടെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഉൾപ്പെടെ വ്യക്തമായ കാര്യമാണ്. പക്ഷേ ട്രംപ് ഇതുവരെ ഇത് ഔദ്യോഗികമായി സമ്മതിച്ചു തന്നിട്ടില്ല. ഇത് ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ തന്നെ ഈ മിസൈൽ മാറിപ്പതിച്ചതാണ് എന്നതാണ് ട്രംപിന്റെ അവകാശവാദം. പക്ഷേ അബ്ബാസ് അരക്ചി നിലവിൽ റഷ്യയിൽ എത്തിയപ്പോൾ തന്നെ ഈ മിനാബ് ആക്രമണത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ മിനാബ് 169 ഈ മരണസംഖ്യ ഉൾപ്പെടെ രേഖപ്പെടുത്തിയ വിമാനത്തിലാണ് അവിടെ ചെന്നിറങ്ങിയത്. ഇതിനു മുൻപേ പാകിസ്ഥാനിൽ വെച്ച് നടന്ന ആദ്യഘട്ട സമാധാന ചർച്ചയിൽ പോലും ഇറാൻ ഈ മിനാബ് സ്കൂളിന്റെ കാര്യം ഒരു സന്ദേശമായി അമേരിക്കയ്ക്കെതിരെ എടുത്ത് പ്രയോഗിച്ചിരുന്നു. എന്തായാലും നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു നേർക്കുനേർ സംഭാഷണം നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാനാകുന്നത്. അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിലേക്ക് യാത്ര തിരിച്ചിരുന്നുവെങ്കിലും അവരുടെ യാത്ര പകുതി വഴിക്ക് വെച്ച് ക്യാൻസൽ ചെയ്ത് അവരെ തിരിച്ച് US-ലേക്ക് തന്നെ കൊണ്ടുവരികയായിരുന്നു. നിലവിൽ ഇറാൻ പാകിസ്ഥാനിൽ സന്ദർശനം നടത്തി. അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി മസ്കറ്റിലെത്തി ഒമാൻ സുൽത്താനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം മൂന്നാമതാണ് ഇപ്പോൾ റഷ്യയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. ഇന്ന് മോസ്കോയിലെത്തുന്ന അബ്ബാസ് അരക്ചി ഇന്ന് തന്നെ വ്ളാഡിമിർ പുടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തും എന്നാണ് വിവരം. ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഇറാന്റെ ആണവ കാര്യങ്ങൾ സംബന്ധിച്ചായിരിക്കും പ്രധാനമായിട്ടും ചർച്ചകൾ നടക്കുക. പ്രധാനമായിട്ടും ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇത് US ഏറ്റെടുക്കും എന്നുള്ള തരത്തിൽ ട്രംപ് ഉൾപ്പെടെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇതിനായി ഒരു എക്സ്പേർട്ട് സംഘത്തെ നിയോഗിച്ച് ഇറാനിൽ നിന്ന് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ അവശിഷ്ടങ്ങൾ എയർലിഫ്റ്റ് ചെയ്യും എന്നതായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഇതൊന്നും തന്നെ ഇറാന്റെ ഉന്നത ഭരണാധികാരികൾ അംഗീകരിച്ചു കൊടുത്തിരുന്നില്ല. ഈ ഇറാന്റെ ആണവ പദ്ധതികൾക്ക് ഒരു അംഗീകാരം നൽകണം, അതുപോലെ തന്നെ യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നെല്ലാമാണ് ഇറാന്റെ രാഷ്ട്രത്തലവന്മാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ യുറേനിയം സംബന്ധിച്ച് അമേരിക്ക തങ്ങളുടെ ആവശ്യം ശക്തമാക്കുന്നതിനിടയിൽ ഈ യുറേനിയം റഷ്യയിലെത്തിച്ച് റഷ്യയുടെ ഒരു മേൽനോട്ടത്തിൽ ഇത് മാറ്റാനാണ് നിലവിൽ ഇറാൻ ലക്ഷ്യമിടുന്നത്. റഷ്യ എന്ന് പറയുന്നത് ഇറാന്റെ വളരെ അടുത്ത ഒരു അനുയായിയാണ്. ഇറാന്റെ ആണവ നീക്കങ്ങൾക്കുൾപ്പെടെ റഷ്യ പിന്തുണ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ യുറേനിയം അമേരിക്ക പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുൻപ് റഷ്യയിലെത്തിച്ച് ഇത് സുരക്ഷിതമാക്കാനാണ് നിലവിൽ ഇറാന്റെ ഒരു നീക്കമെന്നാണ് പരക്കെ വിലയിരുത്തുന്നത്. മാത്രമല്ല ഇറാൻ ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ വഴി അമേരിക്കയെ തങ്ങളുടെ ചില ഉപാധികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. അബ്ബാസ് അരക്ചി ഇസ്ലാമാബാദിൽ ലാൻഡ് ചെയ്ത സമയത്ത് പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് ചില ഉപാധികൾ കൈമാറിയിരുന്നു. ഈ ഉപാധികളിൽ പ്രധാനമായിട്ടും പറയുന്നത് ഹോർമുസ് വിഷയം, അതുപോലെ തന്നെ ഈ തുടർ ആക്രമണങ്ങൾ, അതുപോലെ ഇറാന്റെ ആണവ അവകാശങ്ങൾ, ഇവയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് പറയുന്നത്. ഹോർമുസിനെ സംബന്ധിച്ച് ഇറാൻ നിലവിലൊരു വിട്ടുവീഴ്ച ചെയ്യുന്നത് ഈ ഹോർമുസിലുള്ള അമേരിക്കൻ ഉപരോധം അവസാനിപ്പിച്ചാൽ ഇറാൻ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തുറക്കാമെന്നാണ്. പക്ഷേ ഈ ഹോർമുസിലുള്ള ടോൾ പിരിവിൽ ഇറാൻ നിലവിലൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ടോൾ പിരിവ് ഇപ്പോഴുള്ളതുപോലെ മുന്നോട്ടും തുടരും എന്നാണ് ഇറാൻ പറയുന്നത്. അതുപോലെ ഇനി അമേരിക്ക യാതൊരു തരത്തിലുള്ള തുടരാക്രമണങ്ങളും നടത്താൻ പാടില്ല എന്നും ഇറാൻ പറയുന്നു. മാത്രമല്ല ഇറാന്റെ
ഇറാന്റെ ആണവ അവകാശങ്ങൾ അംഗീകരിക്കണമെന്നുള്ള ആവശ്യവും ഈ ഉപാധികളിൽ ഉന്നയിക്കുന്നുണ്ട്. ഈയൊരു നിബന്ധനകളിലുള്ള ഈ ഉപാധികളിലുള്ള അമേരിക്കൻ പ്രതികരണം ഇതുവരെ നമുക്ക് പുറത്തു വന്നിട്ടില്ല. ട്രംപ് ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ചർച്ച നടക്കും, അതുപോലെ തന്നെ ആണവ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഇറാൻ വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ്. പക്ഷേ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളും പ്രതികരണങ്ങളുമാണ് ഇറാനിൽ നിന്ന് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കുന്ന മറ്റൊരു പ്രദേശമാണ് ലെബനൻ. ഇവിടെ ഇപ്പോഴും ആക്രമണം തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ലെബനിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 14 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത അയവില്ലാതെ തുടരുകയാണ്. പക്ഷേ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതേസമയം 3 ദിവസത്തെ സമയം ആണ് അനുവദിക്കുന്നത്. ഇല്ലായെങ്കിൽ ഇറാനെ തകർത്ത് തരിപ്പണമാക്കും എന്ന് ട്രംപ് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പലയാവർത്തിയായി ഇറാന് അന്ത്യശാസനം നൽകുമ്പോഴും ഇറാൻ അത് തള്ളിക്കളയുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകുമോ എന്നതും ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയാണ്. പ്രത്യേകിച്ച് ഹോർമോസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുന്നു എന്നതാണ് ലോക സമ്പദ്ഘടനയെ അടക്കം വലിയ തോതിൽ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.